ഈസ്റ്റർ ദിനത്തിൽ BJP വലിയ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അവരുടെ എല്ലാ ചുവടുവയ്പ്പും ഇനി ക്രൈസ്തവ വോട്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. ഹൈന്ദവ വോട്ടുകളിൽ നല്ലൊരു പങ്ക് BJPക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അത് CPM പോലുള്ള ഒരു പാർട്ടി സമ്മതിക്കുന്നുമുണ്ട്. പാർട്ടിയുടെ വോട്ടുകളിൽ വിള്ളൽ വീണിട്ടുണ്ട്, പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പോലും BJP കടന്നു കയറിയിട്ടുണ്ട് എന്ന് MV ഗോവിന്ദൻ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതാ ഇപ്പോൾ ഈ മുനമ്പം വിഷയം വന്നപ്പോഴും വഖഫ് ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിലുമൊക്കെ ക്രൈസ്തവർക്ക് വ്യക്തമായി നരേന്ദ്രമോദി സർക്കാർ എത്രത്തോളം ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളത്. ന്യൂനപക്ഷ സമുദായത്തെ മുഴുവൻ UDF പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ വെറുപ്പിച്ചിട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ലീഗിന് അമിത സ്വാതന്ത്ര്യം നൽകി എല്ലാ അധികാരവും ലീഗിന് കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ NSSും അതുപോലെ തന്നെ ക്രൈസ്തവരും ഈ UDFിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് അകന്നുപോയതും. പരമ്പരാഗതമായിട്ട് ഈ ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ കോൺഗ്രസിനുള്ളതാണ്. അത് മാറ്റമില്ലാതെ നിലനിന്നിരുന്ന കാര്യവുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്കറിയാം, എറണാകുളം ജില്ലയിൽ നല്ല പങ്കും ക്രൈസ്തവരുണ്ട്. ഈ കേരളം മുഴുവൻ LDF തരംഗം ഉണ്ടാകുമ്പോഴും എറണാകുളം UDFിൻ്റെ ഒരു പച്ചത്തുരുത്തായി നിൽക്കുന്നതിൻ്റെയൊക്കെ കാരണം അതാണ്. ക്രൈസ്തവ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിന് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ലീഗിൻ്റെ അമിത അധികാരവും സ്വാതന്ത്ര്യവും കാരണം അത് കോൺഗ്രസിന് നഷ്ടമാവുകയും ചെയ്തു. ഈ ക്രൈസ്തവ വോട്ടുകൾ പിന്നീട് പോകുന്നത് BJPയിലേക്കാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പല കാര്യങ്ങളും നേടേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും അത് കേന്ദ്രത്തെ ധരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ബിഷപ്പുമാർ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒന്ന് സുരേഷ് ഗോപി, മറ്റൊന്ന് ഷോൺ ജോർജുമായിട്ടാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്രൈസ്തവരുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആരാധനാലയങ്ങളിൽ ഒരു വലിയ ബന്ധം അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഈസ്റ്റർ ദിനത്തിൽ എന്താണ് നമ്മൾ കണ്ടത്? BJPയുടെ എല്ലാ നേതാക്കന്മാരും ആരാധനാലയങ്ങളിൽ എത്തി, അതുപോലെ തന്നെ ബിഷപ്പ് ഹൗസിലും എത്തി എന്നുള്ളതാണ്. ഒരു കാലത്ത് നമുക്കറിയാം, ബിഷപ്പ് ഹൗസിലും മറ്റുമൊക്കെ തിണ്ണ നിരങ്ങാൻ പോകുന്നത് LDFകാരും UDFകാരുമാണ്. LDFകാർ ഒരു കാലത്ത് പോകത്തില്ലായിരുന്നു, UDFകാരായിരുന്നു പോകുന്നത്. അന്ന് CPMകാർ അവരെ പരിഹസിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്ത് ചെയ്യും? ബിഷപ്പ് ഹൗസും കയ്യിൽ പോയി മുത്തം കൊടുക്കുകയും ഒക്കെ ചെയ്യും CPMകാർ. അവർക്ക് യാതൊരു ഉളുപ്പുമില്ലെന്നുള്ളതാണ്. പക്ഷെ സമീപകാലത്ത് നമ്മൾ കാണുന്നത് ബിഷപ്പ് ഹൗസും ബിഷപ്പുമാരൊക്കെ തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ആയിട്ടാണ് വലിയ അടുപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വലിയ മാതൃകയാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ബന്ധം. അതുപോലെ ഷോൺ ജോർജ് ഈ മുനമ്പം വിഷയത്തിലും വഖഫ് വിഷയത്തിലും വ്യക്തമായി കാര്യങ്ങൾ ഈ ക്രൈസ്തവർക്കും ബിഷപ്പുമാർക്കും വിശദീകരിച്ചു കൊടുത്തു. കാര്യങ്ങൾ വ്യക്തമായി. അപ്പോൾ ഈ ക്രൈസ്തവരായിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ രാജീവ് ചന്ദ്രശേഖറിനെ പോലുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങോട്ട് മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ്. രാജീവ് ചന്ദ്രശേഖർ തന്നെ കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൗസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടെ ബിഷപ്പുമാർ പറയുന്നത്, ഞങ്ങൾ ഒരുപാട് കാര്യം താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതെ, അദ്ദേഹം അതിന് മറുപടിയും കൊടുത്തു. അതെ, ആ പ്രതീക്ഷ ഞങ്ങൾ നിറവേറ്റി തരും. ബിഷപ്പുമാർ മാത്രമല്ല, കേരളത്തിലുള്ളവർ തന്നെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം രണ്ട് മുന്നണികളെയും മാറി മാറി ചുമന്നിട്ടുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതിനൊരു മാറ്റം വരുത്താൻ ഞങ്ങൾ തയ്യാറാകും. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. മോദിജിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. എനിക്കിവിടെ ചില കൃത്യങ്ങളുണ്ട്, ആ കൃത്യം ഞാൻ ചെയ്തിരിക്കും. നിങ്ങളുടെയൊക്കെ സഹായം, പിൻബലം വേണം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ബിഷപ്പുമാരോട് പറഞ്ഞത്. അവരോടൊപ്പം ഈസ്റ്റർ ദിനത്തിൽ
ആ ദിനത്തിലെ വിരുന്നുണ്ടു, അവരുടെ ആഘോഷ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തു. സുരേഷ് ഗോപിയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തു. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും ആഘോഷിക്കുന്നതല്ലേ. അതിലൊക്കെ കൃത്യമായിട്ട് ഇവരുടെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തി എന്നുള്ളതാണ്. ഇനി അതിൻ്റെയൊക്കെ ഒരു ഫലം ഉണ്ടാകാൻ പോകുന്ന കൃത്യമായി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇതിനകത്തൊരു സൂചന കണ്ടു തുടങ്ങുമെന്നുള്ളതാണ്. എത്രത്തോളം ക്രൈസ്തവ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഈ ക്രൈസ്തവ വിഭാഗത്തിലെ കാര്യങ്ങൾ മുഴുവൻ ഏകോപിപ്പിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും ഒക്കെയായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സുരേഷ് ഗോപിയെയാണ്. അതുപോലെ തന്നെ ഷോൺ ജോർജിനെയുമാണ്. ഇവർക്ക് ഇതിന് സാധിക്കും. പിന്നെ ഷോൺ ജോർജിനെ കൃത്യമായി ഈ സഭകളെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചും അറിയാം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിയ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു മാതൃക അതുകൊണ്ടുകൂടിയാണ് സുരേഷ് ഗോപിയെയും അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈസ്റ്റർ ദിനത്തിൽ കേരളത്തിൽ പലയിടങ്ങളിലും ബിഷപ്പുമാരുമായിട്ടും അവരുടെ ഭവനങ്ങളിലെത്തിയും അവരുടെ ആരാധനാലയങ്ങളിലും ഒക്കെ എത്തി അവരുമായിട്ട് ഈസ്റ്റർ സന്ദേശം പിന്നെ അവർക്ക് കൈമാറുകയും ആ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്തത്. ഇത് വലിയൊരു ചലനം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു സമയത്ത് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MPയെ തരാം. അത് കേരളത്തിലെ LDFും UDFിനും ആകെ കൂടെ ഹാലിളകിയില്ലേ. MP ഗോവിന്ദനും അല്ലെങ്കിൽ കോൺഗ്രസിലെ MPമാരും ഒക്കെ എന്തൊക്കെയായിരുന്നു പാംപ്ലാനിയൊക്കെ പറഞ്ഞത്. പക്ഷേ അത് കൃത്യമായിട്ട് ഇവർക്കിപ്പോൾ ബോധ്യമായി. LDFിനായാലും UDFിനായാലും ഈ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ പോകും എന്നുള്ളത്. ക്രൈസ്തവർ BJPയോട് കൂടുതൽ അനുഭാവം രേഖപ്പെടുത്തി നിൽക്കുകയാണ്. ആ അനുഭാവം അത് ഇക്കുറി വോട്ടായി തന്നെ മാറുകയും ചെയ്യും. ആ വോട്ടായി മാറുമ്പോൾ അത് UDFിന് വലിയൊരു അപകടമുണ്ടാക്കുന്നു എന്നും മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം UDFിനാണല്ലോ അതിൻ്റെ മുഴുവൻ നഷ്ടവും സംഭവിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് അവർ നേരത്തെ ഇതൊന്നും തിരിച്ചറിഞ്ഞില്ല? UDFിനെ, കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വയ്ക്കുന്നതും. BJP ഒറ്റയടിക്ക് ഇങ്ങോട്ട് വന്നിട്ട് കേരളത്തിൽ അങ്ങ് ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. ഇരുന്നിട്ട് കാൽ നീട്ടുന്നു എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഓരോന്നായി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകും. അങ്ങനെ കേരളത്തിലെ ഭരണം പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദിയും BJPയും ഒന്നും ഒരു ഹിന്ദുത്വ നിലപാടല്ല സ്വീകരിക്കുന്നത്, ഒരു മതേതര സ്വഭാവമാണെന്നും എല്ലാ മതസ്ഥർക്കും പ്രാധാന്യമുണ്ടെന്നും വ്യക്തമാക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. കാരണം ഇവിടെ പിണറായി വിജയനെ പോലുള്ളവരും കോൺഗ്രസിലുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ തരത്തിലുള്ള മതപ്രീണനമാണ്. പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് എതിരായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ടിപ്പോൾ ഹിന്ദു പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ്, 2016 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ മുസ്ലിം പ്രീണനം നടത്തി. മകളെ ഒരു മുസ്ലിം സമുദായത്തിലുള്ള ഒരുവനെ കൊണ്ട് കെട്ടിച്ചു. അപ്പോൾ ഒന്നുകൂടെ വലിയ പ്രീണനമായി. 2021 എത്തുമ്പോഴേക്കും ഇതിനകത്ത് കുറേ മാറ്റം സംഭവിച്ചു. ക്രൈസ്തവ വിഭാഗത്തെ ഒന്ന് ചേർത്ത് നിർത്താൻ നോക്കി. അങ്ങനെയാണല്ലോ ജോസ് കെ മാണിയൊക്കെ LDFിലേക്ക് വന്നത്. അങ്ങനെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വോട്ടുകൾ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ വെള്ളാപ്പള്ളിയെ കൊണ്ട് മലപ്പുറം പ്രസ്താവന നടത്തിച്ചു. അത് കഴിഞ്ഞിട്ട് വെള്ളാപ്പള്ളിയുടെ 30 വർഷം ആഘോഷിക്കുന്നു, SNDPയുടെ അമരത്തെത്തി എന്നുള്ളതിൻ്റെ. അങ്ങനെ ഹിന്ദു പ്രീണനം നടത്തി BJPയിലേക്ക് പോയ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള പ്രീണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ വേറൊരു തരത്തിൽ മാറ്റാനുള്ള ഒരു ശ്രമം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്.